കേരള കോൺഗ്രസ് സിന്ദാബാദ്. പിണറായി വിജയൻ നയിക്കുന്ന കേരള സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ കേരള കോൺഗ്രസ് പാർട്ടി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ സമര പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യനായ ജില്ലാ പ്രസിഡന്റ് ശ്രീ ജെട്ടോ ജോസഫ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയ സഹപ്രവർത്തകരെ, ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഇടി വെട്ടിയവരെ പാമ്പ് കടിക്കുന്നു എന്ന് നമ്മൾ കേരളത്തില് ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഇവിടെ ജീവിക്കാൻ നിൽക്കക്കള്ളിയില്ലാതെ ഇവിടെയുള്ള കൃഷിക്കാരും ഇവിടെയുള്ള സാധാരണക്കാരും തൊഴിലാളികളുമൊക്കെ കടമെടുത്തും വീട് പണയം വെച്ചൊക്കെ തങ്ങളുടെ കുട്ടികളെയും തങ്ങളുടെ യുവതലമുറയൊക്കെ ഈ നാട് കടത്തി നിങ്ങൾ പോയി രക്ഷപ്പെട്ടോ മക്കളെ എന്ന രീതിയിലേക്ക് അറിയാം. കഴിഞ്ഞ ഒരു 8-8.5 വർഷമായിട്ട് ഈ സർക്കാർ, ഒന്നാം സർക്കാർ എന്ന് അധികാരത്തിൽ വന്നോ അതിൽ നിന്ന് 2-3 വർഷം കഴിഞ്ഞപ്പോൾ തൊട്ട് കേരളം ഒരു പലായനങ്ങളുടെ നാടായി മാറി. ഇവിടെ സാധാരണക്കാരായ ജനങ്ങളുടെ സാധാരണ ജീവിതത്തെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഇവിടെ നേരത്തെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഏത് സാധനം വേണമെങ്കിലും ഇവിടെ എടുത്തോളും. അദ്ദേഹം ഡൽഹിയെക്കുറിച്ചും പഞ്ചാബിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. അധിക ദൂരമൊന്നും നമ്മൾ പോകണ്ട. നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്ടില് 100 യൂണിറ്റ് വൈദ്യുതി ഓരോ വീടുകളിലും സൗജന്യമായിട്ട് ആ സർക്കാർ കൊടുക്കുന്ന സ്റ്റാലിൻ സർക്കാർ 100 യൂണിറ്റ് വൈദ്യുതി അവിടെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. നമ്മളറിയാം, ഇതിനു മുമ്പ് കർണാടകത്തിൽ 200 യൂണിറ്റ് വൈദ്യുതി അവിടെ സൗജന്യമായിട്ടാണ് അവിടുത്തെ സാധാരണക്കാർക്ക് അവിടുത്തെ സർക്കാരുകൾ കൊടുക്കുന്നത്. നമ്മൾ കണ്ടതാണ്. ഇത് നമ്മൾ പറയുന്ന വൈദ്യുതിയുടെ കാര്യം കഴിഞ്ഞ കേന്ദ്ര ബജറ്റിന് ശേഷം നമ്മൾ കണ്ടതാണ്. ഈ നാട്ടിലെ സഖാക്കന്മാരെല്ലാവരും ഈ നാട്ടിലെ എല്ലാ പെട്രോൾ പമ്പുകളുടെ മുന്നിൽ പോയി കൊടിയും പിടിച്ച് അവിടെ സമരം ചെയ്തു. ഇന്ധനത്തിന് വില കൂട്ടി, പെട്രോളിന് വില കൂട്ടി, ഡീസലിന് വില കൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട്. അതേ സഖാക്കന്മാരുടെ സർക്കാർ കേരള ബജറ്റ് വന്നപ്പം കേരളത്തിൽ പെട്രോളിനും ഡീസലിന് 2 രൂപ വെച്ച് കൂട്ടി. അവർ പറയുന്നത് കേന്ദ്രം കൂട്ടി, ഞങ്ങളും കൂട്ടുവാണെന്ന്. കേന്ദ്രം കൂട്ടിയപ്പോ സർക്കാരിന് വേണ്ടുന്ന അല്ലെങ്കിൽ സർക്കാരിലേക്ക് ചെല്ലേണ്ട നികുതി വേണ്ടെന്ന് വെച്ച സർക്കാരായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ. സർക്കാരിലേക്ക് ചെല്ലുന്ന സെസ് കുറച്ചിട്ട് ഇവിടെ സാധാരണക്കാരെ പിടിച്ചു നിർത്തുവാൻ വേണ്ടി ശ്രമിച്ച ഒരു സർക്കാർ ഇവിടെ ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി സർക്കാർ. ഭരിക്കാൻ അറിയത്തില്ലെങ്കിൽ ഇവരെ പറയുന്നത് കണ്ടുപഠിക്കുക മുൻ സർക്കാരുകളെ. ഇവിടെ അമുൽ ബേബി പോലെ കുറെ മന്ത്രിമാരെ, ഒരു ഭരണ പരിചയമില്ലാത്ത കുറെ അമുൽ ബേബികളെ ക്യാബിനറ്റിൽ എടുത്തു വെച്ചിട്ട് ഒരു ഹെഡ് മാസ്റ്ററുടെ ദാക്ഷ്യത്തോടുകൂടി ഒരു ചൂരൽ വടിയും പിടിച്ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, അവിടെ മുഖ്യമന്ത്രിയോട് രാജാവേ താങ്കൾ നഗ്നനാണ് എന്ന് പറയാൻ ആർജവമുള്ള തന്റെ ഇടമുള്ള ഒരൊറ്റ മനുഷ്യൻ പോലും ആ ക്യാബിനറ്റിലില്ല, ആ മുന്നണിയിലില്ല. ഏത് അഴിമതിയും എടുത്തോ. ഇവിടെ സാധാരണക്കാരെ ഈ വൈദ്യുതി ചാർജിന്റെ പേരിലും വെള്ളക്കരത്തിന്റെ പേരിലും ഇവിടെ ഊറ്റിയെടുക്കുമ്പോ ഇവിടെ ഏതൊരു അഴിമതിയും കേരളത്തിൽ വരുമ്പോൾ അതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരൊറ്റ കുടുംബത്തിലേക്കാ. സങ്കടകരമാണ് നമ്മുടെ കാര്യം. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്ക്, ആ ഒരു മുന്നണിയിലെ ഒരു പാർട്ടിക്ക് പോലും ആ പാർട്ടിയിലെ പറയാൻ തന്റെ ഇടമുണ്ടായിരുന്ന നേതാക്കന്മാരെയൊക്കെ മുഖ്യമന്ത്രിയെ സൗകര്യപൂർവ്വം അങ്ങ് വെട്ടി നിർത്തിയവര് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, നമ്മൾ ഈ ജനങ്ങൾക്കൊരു വാഗ്ദാനം കൊടുത്തിട്ടാണ് നമ്മൾ ഭരണത്തിൽ കയറിയത്, ഇവരുടെ ജീവിതം ദുസ്സഹമാക്കാനല്ല നമ്മളെ വിശ്വസിച്ച് ഇവരുടെ നമ്മുടെ ചെങ്കോലും കിരീടുമൊക്കെ നമ്മളെ അണിയിപ്പിച്ചതെന്ന് പറയുവാനുള്ള ആർജവും ധൈര്യമുള്ള ഒരു മന്ത്രി പോലും, ഒരു നേതാവ് പോലും ആ മുന്നണി ഇല്ല എന്ന കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷ കക്ഷികളുടെ സമരത്തിന്റെ ഭാഗമായിട്ട് ഇത് കേരളത്തിലെ ആദ്യത്തെ സമരമാണ്. ഇന്ന് നമ്മൾ കാസർഗോഡ് ഇവിടെ കാഞ്ഞങ്ങാട് നടത്തുന്നത്. ഇന്ന് നമ്മുടെ പ്രതിപക്ഷ കക്ഷികളായ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആദ്യ സമരം ഇന്ന് കേരളത്തിൽ നമ്മളിവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇതൊരു സൂചന മാത്രമാണ്. കേരളത്തിലെ 14 ജില്ലകളിലെ എല്ലാ KCB കേന്ദ്രങ്ങളിലും നമ്മൾ പ്രതിഷേധാഗ്നിയുമായി നമ്മൾ മുന്നോട്ട് വരും. ഈ ഒരു വിലവർദ്ധനവ് തീരുമാനം പുറകോട്ട് എടുക്കുന്നത് വരെ, പിൻവലിക്കുന്നിടം വരെ ശക്തമായ സമരപരിപാടിയുമായിട്ട് കേരള കോൺഗ്രസ് പാർട്ടിയും ഐക്യനാപത്യ മുന്നണിയും ഒന്നായി നമ്മൾ മുന്നോട്ട് പോകുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ജനദ്രോഹ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്ന സർക്കാരിന് എത്രയും പെട്ടെന്ന് താഴെ ഇറക്കുവാൻ ഒന്നിച്ച് പ്രവർത്തിക്കണം. ഇനി ഒരു ഭരണ തുടർച്ചയും കൂടെ താങ്ങുവാനുള്ള കെൽപ്പ് നമ്മുടെ ഈ ചെറു സംസ്ഥാനത്തിനില്ല. നമ്മുടെ നാട്ടിലെ 3.5 കോടി ജനങ്ങൾക്കുമില്ല. പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും ഇന്ന് വലിയ കടക്കാരനായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്തിൽ ജനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്കറിയാം 1.5 ലക്ഷം കോടി രൂപ കടമായിട്ട് തുടങ്ങിയ 8 വർഷം തുടങ്ങിയ സർക്കാർ ഇന്ന് 4 ലക്ഷം കോടി രൂപ കടത്തി നിൽക്കുകയാണ്. എല്ലാ മാസവും 2000 കോടി രൂപ 3000 കോടി ശമ്പളം കൊടുക്കുവാൻ കടം മേടിക്കുന്നു. ഇവിടെ ഒരു വികസന പദ്ധതിക്കെങ്കിലും ഇവർക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ?
3 ലക്ഷത്തിൽ പരം രൂപ ഇവിടെ മുടക്കിയെന്ന് പറയുന്നതിന് ഒരു വികസന പദ്ധതി പോലുമില്ല. ഐക്യജനാധിപത്യ മുന്നണി UDF സർക്കാർ തുടങ്ങി വെച്ച പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ മാത്രമാണ് ഇവിടെ ഈ സർക്കാർ ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ തൽസ്ഥിതി തുടരാൻ, സ്റ്റാറ്റസ് കോ തുടരാൻ നമുക്കൊരു സർക്കാരിന്റെ ആവശ്യമില്ല. വിപ്ലവകരമായ മാറ്റങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവന്ന് വികസനത്തിന്റെ പുതിയ പാത വെട്ടിത്തുറക്കുവാനാണ് ഇവിടെ സർക്കാരും നേതാക്കളും രാഷ്ട്രീയവും വേണ്ടത്. അത് ചെയ്യാൻ ഇവിടെ കെൽപ്പുള്ള ഏക ഒരു മുന്നണി ഐക്യജനാധിപത്യ മുന്നണി മാത്രമാണ്. അത് ചെയ്യാൻ കെൽപ്പുള്ള പാർട്ടി നമ്മൾ കേരള കോൺഗ്രസ് പാർട്ടിയുള്ള വികസനത്തെ ദീർഘവീക്ഷണമുള്ള നേതാക്കന്മാരുള്ള പാർട്ടിയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു വൈദ്യുതി വർധന എത്രയും പെട്ടെന്ന് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കേരള കോൺഗ്രസ് പാർട്ടിയുടെ കാസർഗോഡ് ജില്ലാ സമരപരിപാടിയുടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.